ഹലോ ഗൈസ്, ഇത് നമ്മൾ മണ്ണുത്തിന്ന് കഴിഞ്ഞ വർഷം വാങ്ങിച്ച ഉജ്ജ്വല മുളകിൻ്റെ പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇത് ഇപ്പോൾ ഒരു വർഷത്തോളമായി നമ്മൾ ഇതിൽ നിന്ന് വിളവെടുപ്പ് നടത്തണു. ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി. ഇത് കണ്ട ജ്വലിച്ച സൂര്യനെ നോക്കി നിൽക്കണ കാരനാണോ ഇതിന് ഉജ്ജ്വല മുളകെന്ന് പേര് വന്ന് എനിക്കറിയില്ല കേട്ടോ. ഉജ്ജ്വല എന്നാണ് അപ്പോൾ ഈ മുളകിൻ്റെ പേര്. ഇങ്ങനെ മാനം നോക്കി നിൽക്കണ മുളകില്ലേ. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതതിൽ വെട്ടിയിടാന്ന് വെച്ചിട്ട് പൊട്ടിക്കാൻ വന്നതാട്ടാ. കുറച്ച് പൊട്ടിച്ചെടുക്കാം. അയ്യോ, ഒരെണ്ണം പൊട്ടിച്ച് താഴ്ത്തു പോയി. പഴുത്തും നിൽക്കണുണ്ട്. ഇതിപ്പോൾ സൈസ് കുറഞ്ഞു കേട്ടാ. ഇത് കുറേ ആയി നമ്മൾ ഇതിൽ നിന്ന് പൊട്ടിക്കുന്നു. ചിക്കനിലൊക്കെ നല്ല ഫ്ലേവറായിരിക്കും ഇടുമ്പോൾ. കടയിൽ നിന്ന് വാങ്ങണ പോലെയല്ല, നമ്മളത് മൂത്തതിന് ശേഷമാണ് പൊട്ടിച്ചെടുക്കുന്നത്. അത് കാരണം നല്ല എരിവുണ്ട് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്നത് അത്ര മൂത്തത് നമുക്ക് കിട്ടാറില്ലല്ലോ ഈ ഒരു സൈസ് മുളകുകൾ. നടാറായി വേറെ തൈകളൊക്കെ ഇനി വെച്ച് പിടിപ്പിക്കണം. ഇതിൽ കുറേ മുളകിൻ്റെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലെന്തോ ഒരു പ്രാണിയൊക്കെ വന്ന് കുറേയൊക്കെ കളഞ്ഞു. ഇപ്പതേ ഇത് നല്ല മൂത്തതാണ് കേട്ടോ. പക്ഷെ സൈസ് ഇല്ല എന്നുള്ളൂ. നമ്മൾ വിളവെടുപ്പ് കഴിഞ്ഞ് കുറേ കിട്ടി നമുക്ക്. ഞങ്ങൾ ഇതിൻ്റെ തൈകൾ വാങ്ങിച്ചത് കാർഷിക സർവകലാശാല മണ്ണുത്തിന്നാണ്. അപ്പോൾ ഇപ്പം അവിടെ തൈകളൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ഞങ്ങൾ കുറച്ച് നാളായി പോയിട്ട്. ഇനി ഒരു ദിവസം പോകണം. കഴിഞ്ഞ വർഷം പോയപ്പോൾ ഞങ്ങളിങ്ങനെ തൈകളും പിന്നെ റോബസ്റ്റ വാഴകളുടെ തൈകളും ഒക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഇതിങ്ങനെ ചിക്കനിലൊക്കെ ഈ ഒരു മുളകിൻ്റെ ഒരു ടേസ്റ്റ് ബാക്കിയുള്ള മുളകുകൾക്ക് ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എനിക്ക് തോന്നാറില്ല കേട്ടോ. ഈ ഒരു മുളകിന് എന്തോ ഒരു പ്രത്യേക ഫ്ലേവർ ഇറങ്ങും ഈ ചിക്കനും ഇങ്ങനെ ഫ്രൈഡ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ. പിന്നെ നമ്മുടെ നാടൻ കറിവേപ്പില നല്ലപോലെ കറികളിൽ ഇടാറുണ്ട്. അടുക്കളത്തോട്ടത്തിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ജൈവമുളകിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുളക് ഇങ്ങനെ എടുത്ത് കളയല്ല വേണ്ടേ, മുളക് കൂട്ടിയിട്ട് ചിക്കൻ കഴിക്കണം. അതാണ് ടേസ്റ്റ് വരിക. അതിൻ്റെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഇങ്ങനത്തെ മുളക് ഇട്ടിട്ട് ഈ സാധാരണ വറ്റൽ മുളക് ഇട്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടാ ഇങ്ങനെ ചിക്കൻ വറക്കുമ്പോൾ. നല്ലൊരു ഫ്ലേവർ ഇറങ്ങുമല്ലോ ചോദിച്ചിട്ടാ.